ഹലോ ടീമേ നമസ്കാരം. രാവിലെ ചേട്ടൻ എന്നെ തോപ്പുംപടിയിൽ കൂട്ടാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ മനസ്സമ്മതമാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നൊരു ദിവസമാണ്. മനസ്സമ്മതം നടക്കുന്നത് ഞങ്ങളുടെ ഇടവപ്പള്ളിയായ മുണ്ടമ്പേലിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോണത് മേക്കപ്പും ഡ്രസ്സൊക്കെ ഇടണ്ടേ നമുക്ക്. അപ്പോൾ നമുക്ക് ഫോട്ടോ വെച്ചിൽ നമ്മുടെ മദേശ്യൻ ഹോം സ്റ്റേയിലേക്കാണ് പോയേക്കണത്. ഈ ഹോം സ്റ്റേ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്നെ മേക്കപ്പ് ചെയ്യുന്നത് സുറുമി ബ്രൈഡൽ മേക്കപ്പ് ടീമാണ്. താര ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നത്. ഞാൻ പിണങ്ങിയിട്ടല്ലേട്ട കരഞ്ഞത്, ലെൻസ് വെച്ചിട്ടാണേ. ഓർണമെൻറ്റ്സ് നമ്മുടെ വെണ്ണലയിലുള്ള ദുൽഹൻ റെൻ്റൽ ജ്വല്ലറിയിൽ നിന്നാണ്. അവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട്, എന്ത് പരിപാടിക്കാണെങ്കിലും അവരെ വിളിച്ചോട്ടാ. എനിക്ക് വലുതായിട്ട് ഒരുങ്ങാനൊന്നും ഇല്ലട്ടോ, എനിക്ക് ചെറിയ ഒരു മേക്കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അടൂരിൽ നിന്ന് പപ്പയും മമ്മിയും ബ്രദറും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രാവിലെ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫോട്ടോ വെച്ചില്ല റിസോർട്ടിലാണ് വന്നേക്കണത് അവർ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫോട്ടോഷൂട്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേക റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യമുണ്ട്, പല ആംബിയൻസ് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ അവരുടെയും ഫോൺ നമ്പർ വെക്കുന്നുണ്ട് കേട്ടോ. എന്താവശ്യത്തിനും വിളിച്ചോ. സ്റ്റേജ് ആണെങ്കിലും ഫോട്ടോഷൂട്ടാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും വിളിച്ചോട്ടാ. കിടിലൻ വൈബാണ് ഇവിടെ. ബൊക്കെ കിട്ടിയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമ്മുടെ ടീം ഫോട്ടോക്കാരനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടീമിൻ്റെ പേരും ഉണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. കിടിലൻ ടീമാണ് കേട്ടോ. അപ്പോൾ കോസ്റ്റ്യൂമിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ. കോസ്റ്റ്യൂം അടിപൊളിയല്ലേ. ഞങ്ങളുടെ രണ്ടുപേരെയും കോസ്റ്റ്യൂം ചെയ്തേക്കണത് ഷേനായ്സിലുള്ള സൂട്ട് മെൻസ് വെയർ ആണ് കേട്ടോ. എൻ്റെ എല്ലാ പരിപാടിയും അവർ തന്നെയാണ് ചെയ്യണത്. അവരുടെ നമ്പർ ഇട്ടുണ്ട് കേട്ടോ, വിളിച്ചോട്ടാ. ഇനിയിപ്പോൾ വന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അമ്മച്ചി അവിടെ കാത്തിക്കണ്ടേ. നിങ്ങളെല്ലാവരും അമ്മച്ചിനെ അന്വേഷിച്ചായിട്ട് ഞാൻ അറിഞ്ഞ്. അപ്പോൾ നേരെ പോയിട്ട് സാധാരണ നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ കസിൻസൊക്കെ അവിടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മച്ചിയും മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. താര ഇപ്പോൾ വരാറായിട്ടില്ല. പള്ളിയിലത്തെ എൻ്റെ താരനെ കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. ആരെ പിടിച്ച് ഇറങ്ങണമെന്ന് നോക്കി അമ്മച്ചിയാണ്ട് പിടിച്ച് താരനെ ഇറക്കിയേക്കണ. 12 മണിക്കാണ് മനസ്സമ്മതം. കറക്റ്റ് 12 മണിക്ക് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നിമിഷമൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഞങ്ങൾ. മനസ്സമ്മതം ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് പേരുള്ളൂ, 10-12 പേരുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ മനസ്സമ്മതത്തിന് ഒപ്പിടുന്നതാണ്. താര ഒപ്പിട്ട് പിന്നെ സാക്ഷികൾ ഒപ്പിടുന്നത് എൻ്റെ മൂത്തേട്ടനാണ്ടത്, അത് എൻ്റെ കൊച്ചേട്ടനാണ്ടത്. അവർ രണ്ടുപേരും സാക്ഷിയായിട്ട് ചെയ്യുന്നത്. മനസ്സമ്മതം വിളിച്ചില്ല എന്നുള്ള പരാതി കൊണ്ടിട്ട് ആരെയും വിളിച്ചിട്ട് ചെറിയ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മോതിരിട്ടപ്പം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നെഞ്ച് പടപടാന്നിരിക്കുമായിരുന്നു. ചേട്ടൻ്റെ കൈ ചെറുതായിട്ടൊന്ന് വിറച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മനസ്സമ്മതവും കഴിഞ്ഞ്. ഇനി ഫോട്ടോ എടുപ്പാണ് കേട്ടോ. അമ്മച്ചിക്കാണെങ്കിൽ ഭയങ്കര കരച്ചിൽ വന്ന്, സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ. അമ്മച്ചിയുടെ ഫേസ് നമുക്ക് അറിയാം. അമ്മച്ചിയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്കും വിഷമമായി. നല്ല നല്ല സന്തോഷം മുഹൂർത്തം വരുമ്പോൾ അമ്മച്ചി സന്തോഷ കരച്ചിൽ എപ്പോഴും ഉള്ളതാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ മമ്മിയും ബ്രദറും ആണ്. അതുപോലെ തന്നെ ചേച്ചിയും റോഷിനിയൊക്കെ കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ മനസ്സമ്മതത്തിന്. ഏറ്റവും അടുത്ത എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. കുറച്ച് ഇവരിൽ എണ്ണാവുന്ന ആൾക്കാരെ വിളിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് എൻ്റെ ഫാമിലി. ആദ്യമായിട്ടാണ് ഒറ്റ ഫ്രെയിമിൽ വരുന്നത്. മൂത്തേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, കൊച്ചേട്ടനുണ്ട്, അമ്മച്ചിയുണ്ട്, ഇപ്പം താരയും കൂടി. ഇത് മൂത്തേട്ടൻ്റെ ഫാമിലിയാണ് കേട്ടോ. അവർക്ക് 2 മക്കളാണ് ഉള്ളത്. അജയുണ്ട്, അഞ്ചുണ്ട്. 5 പഠിക്കാൻ പോയേക്കണേ കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ മകള് റോഷ്നി. അപ്പോൾ ചേച്ചിയുടെ ഫാമിലിയാണ് ഈ കാണുന്നത്. അളിയനുണ്ട്, ചേച്ചിയുണ്ട്, റോഷ്നിയുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫാമിലിയാണ്. പപ്പ, മമ്മി, പിന്നെ ബ്രദറും ഉണ്ട് കൂടെ അമ്മച്ചിയുണ്ട്. ഇനി മുതൽ എൻ്റെ ഫാമിലിയാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം റൂഹമോളാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് ആള്. അപ്പം എല്ലാവരോടും പെട്ടെന്ന് അടുക്കും കേട്ടോ. ഞങ്ങളുടെ പ്രീതി ചേച്ചി എൽസമ്മാൻ്റെയാണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങളിനി വീട്ടിലേക്ക് പോകണം. ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇപ്പോൾ വീട് കണ്ടപ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ചു പോയി. കാരണം വീഡിയോയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് പരിചയമുണ്ട് ഈ വീടും പരിസരങ്ങളും ഒക്കെ. അങ്ങനെ നെഞ്ച് പടപടാന്നിരിക്കുകയാണ്. അമ്മച്ചി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ആദ്യമായിട്ട് വലതുകാലി വെച്ച് കയറാൻ പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും സന്തോഷവും ഒക്കെ എൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ അമ്മച്ചി കുരിശ് വരച്ച് വീട്ടിലോട്ട് കയറ്റുവാണ് കേട്ടോ. സാധാരണ കല്യാണത്തിന് കെട്ട് കഴിയുമ്പോഴാണ് ചെക്കൻ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ മനസ്സമ്മതൻ്റെ ഇടവകയിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് ചെറിയൊരു ഫംഗ്ഷനാണ്. ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ അറേഞ്ച് ചെയ്തേക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചടങ്ങായിട്ട് തന്നെ ഇത് നടത്തിയേട്ടാ. അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതാണ് ഒരുപാട്. അമ്മച്ചിയുടെ കൈയും പിടിച്ച് വലതുകാലി വെച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം എത്ര സന്തോഷമാണ് തോന്നണം. ഇനി വീട്ടിൽ ചെറിയ ചെറിയ ചടങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ നമ്മൾ കേക്കും വൈനും കൊടുക്കാറുണ്ട്. മധുരം കഴിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തും തുടങ്ങാനായിട്ട്. അപ്പോൾ മധുരം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പരസ്പരം വൈനും കുടിച്ചു. അടിപൊളി. ഇത് എത്ര അടിപൊളിയായി. അപ്പോൾ നീ എണ്ണുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. എൻ്റെ കല്യാണം ബിരിയാണിയിൽ ഒതുക്കൂല കേട്ടോ. ഒരുപാട് ഡിഷുള്ള പരിപാടി ആയിക്കോട്ടെ. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ എല്ലാവരും അറിയിക്കുന്നതാണ്.
ഇനി നമ്മുടെ ഒരു പാട്ട്. എൻ്റെ കൊച്ചേട്ട അടിപൊളി പാട്ടുകാരനാണ് കേട്ടാ. ഒരു ഭക്തിഗാനം കൊണ്ടാ പറഞ്ഞത്, കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ഇടാത്ത കേട്ടാ. അപ്പം എൻ്റെ പാട്ടിന് സ്വന്തം പാട്ടായിട്ട് കോപ്പറേറ്റ് ഒന്നും ഉണ്ടാവില്ല. കൊച്ചേട്ട അസലായിട്ട് പാടും കേട്ടാ. ഭക്തിഗാനം മാത്രമല്ല എല്ലാ ടൈപ്പിലുള്ള പാട്ടും പാടും കേട്ടാ. കിടിലൻ പാട്ടുകാരൻ. അമ്മച്ചി ഭയങ്കര തിരക്കായിട്ടാണ് അങ്ങനെ കേട്ടാ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.